സിന്ദൂരം. രചന ജാസ്മിൻ. അവതരണം സാലിം കരുളായി. എന്നാ ഞാൻ ഈ റൂമിലേക്ക് പോട്ടെ. ആ ചേട്ടൻ എണീറ്റോ നോക്കട്ടെ കേട്ടോ. നന്ദു, കഴിക്കാൻ സമയമാകുമ്പോൾ ഇറങ്ങി വരണം കേട്ടോ. ഒരു 9-നുള്ളിൽ പോരെ. അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ സേതു അവൾ ഓർമ്മിപ്പിച്ചു. അവൾ അതിന് തലയാട്ടി ചിരിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് നടന്നു. ആളിലിരിക്കുന്നവരേക്കോ പോകുന്ന പോകിൽ അവളൊന്ന് നോക്കി. എല്ലാവരും പൊരിഞ്ഞ സംസാരത്തിലാണ്. ആളിൽ മാത്രമല്ല, അവിടെയുള്ള റൂമിലും പുറത്തുമൊക്കെ അങ്ങനെ കുറേ എണ്ണമുണ്ട്. ആരോടൊന്നും മിണ്ടാതെ അവൾ മുകളിലേക്ക് കയറി. ചാരിയിട്ട വാതിൽ തുറന്ന് അവൾ അകത്തേക്ക് കയറി. അവൾ താഴേക്ക് പോകുമ്പോൾ എങ്ങനെ കിടന്നോ അതുപോലെ തന്നെ കിടക്കുകയാണ് അവൻ. ഒരു ചെറിയലോ മറിയലോ ഒന്നുമില്ല. അവളൊരു ചിരിയോടെ അവൻ്റെ അടുത്തേക്ക് നടന്നു. അജു. അവൻ്റെ അടുത്ത് ബെഡിലിരുന്ന് പതിയൊന്ന് വിളിച്ചു നോക്കി. അവൻ്റെ കണ്ണുകളൊന്ന് ചുളിഞ്ഞു. അഗാധമായ ഉറക്കത്തിൽ അവൻ ആ ശബ്ദം കേട്ട് കാണും. അജു. അവൾ ഒന്നുകൂടെ വിളിച്ചു. ഒപ്പം അവൻ്റെ കവിളിൽ തലോടി. അജു പതിയെ കണ്ണുകൾ വലിച്ചു തുറന്നു. അവ അപ്പോഴും അടയുന്നുണ്ട്. പൂർണ്ണമായും കണ്ണു തുറന്ന് അവളെ നോക്കിയ ശേഷം അവൻ കണ്ണുകൾ അടച്ചു. ശേഷം വീണ്ടും തുറന്നു. അവൻ്റെ കണ്ണുകൾ നന്ദുവിൻ്റെ മുഖത്തായിരുന്നു. ക്ഷീണം മാറിയില്ലേ? അവൻ്റെ തലമുടിയിൽ തഴുകിക്കൊണ്ട് ചോദിക്കുമ്പോൾ അവനൊന്നും പറഞ്ഞില്ല. അവളെ തന്നെ നോക്കി കിടക്കുമായിരുന്നു. ഓർമ്മയിൽ ആ മുഖം കണ്ടതായി അവൻ ഓർത്തെടുക്കുമായിരുന്നു. ക്ഷീണം മാറിയില്ലെങ്കിൽ ഉറങ്ങിക്കോ, കുറച്ച് കഴിഞ്ഞ് എണീക്കാം. അതും പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ നേരെ ചാരിയിരുന്നു കൊണ്ട് അവൻ്റെ തലമുടിയിൽ തലോടി. എന്തോ അവളോട് ചോദിക്കണമെന്ന് അവൻക്കുണ്ടായിരുന്നു. പക്ഷേ നാവ് പൊങ്ങുന്നില്ല. ഒരു തരിപ്പാണ് മൊത്തം. അവൻ്റെ മുടിയിൽ തഴുകി അവനെ തന്നെ നോക്കിയിരിക്കുന്നവൾ നോക്കി അവൻ്റെ കണ്ണുകൾ വീണ്ടും അടഞ്ഞു. പത്മാവതിയുടെ ശബ്ദം കേട്ടാണെന്ന് തോന്നുന്നു. ആരൊക്കെയോ അങ്ങോട്ടേക്ക് വന്നു. കൂടുതൽ രാവണിയും. കണ്ടോ, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരുന്ന് കഴിക്കുന്നത്? ഇതൊക്കെ നിന്റെ പിടിപ്പിക്കേടാണ് രാവണി. എൻ്റെ വീട്ടിലേക്ക് ആണുങ്ങൾ വന്ന് അവർക്ക് വിളമ്പി വെച്ച ശേഷമേ ഞങ്ങൾ പെണ്ണുങ്ങൾ ഇരിക്കാറുള്ളൂ. ഞാൻ അങ്ങനെയാ എൻ്റെ മരുമക്കളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇത് എവിടുത്തെ മര്യാദയാണ്? ആ സ്ത്രീ നിന്ന് കത്തുവാണ്. അതിന് മാത്രം എന്താണ് ഇപ്പോൾ ഇവിടെ ഉള്ളതെന്ന് നന്ദു ചിന്തിച്ചു. വിശന്നപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് ഇത്ര കുറ്റമാണോ? അവൾ ചിന്തിച്ചത് അതായിരുന്നു. ജാനു, നീ ഈ പെണ്ണിന്റെ കൂടെ കൂടിയോ? നമ്മളെല്ലാം ഒപ്പമല്ലേ ഇരിക്കാറുള്ളത്? ഇന്നെന്താ ഇത്ര പ്രത്യേകത? പത്മാവതി ജാനുവിനെ നോക്കിക്കൊണ്ട് ചോദിക്കുമ്പോൾ ജാനു തലയുയർത്തി അവരെ നോക്കി. എന്നും നേരത്തെ കഴിക്കുന്നതല്ലേ, ഇന്ന് വൈകിയപ്പോൾ നല്ലോണം വിശന്നു, അതുകൊണ്ടാ. അവൾ നിഷ്കളങ്കതയോടെ മറുപടി പറഞ്ഞു. അവൾ ഗർഭിണിയാണെന്നെങ്കിലും വെക്ക. നീയോ? നിനക്കെന്താടി ഗർഭമുണ്ടോ? നന്ദവനെ നോക്കി ഏതോ ഒരു തള്ള പൂച്ചത്തോടെ ചോദിച്ചു. ഓഹോ, നിങ്ങളുടെ കുടുംബത്തിലേക്ക് വിവാഹം കഴിഞ്ഞാൽ അന്ന് തന്നെ ഗർഭം ഉണ്ടാവുമോ? അതൊരു പുതിയ അറിവാണല്ലോ. എന്തായാലും ഇതുവരെ ഇല്ല. ഇനി ഞാനൊരു ടെസ്റ്റ് വാങ്ങി ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് പറയാം. എന്നാൽ ഇതൊരു അത്ഭുതമായൊരു കാര്യാട്ടോ. ഒരു പുച്ഛച്ചിരിയോടെ തന്നെ അവളും അതുപോലെ തന്നെ മറുപടിയും കൊടുത്തു. വിവാഹം കഴിഞ്ഞാൽ അന്ന് തന്നെ ഗർഭം ഉണ്ടാവാൻ ഭർത്താവിൻ്റെ കൂടെ തന്നെ കിടക്കണമെന്നൊന്നുമില്ലടി. അതിന് ഏതൊരാളുടെ കൂടെയും കിടന്നാൽ ഉണ്ടാവും. അങ്ങനെ കിടന്നിട്ടാണോ വന്ന് കയറിയതെന്ന് അറിയില്ലല്ലോ. അവൾക്ക് മുന്നിൽ ജയിക്കാൻ വേണ്ടി പാർവതി പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ ചുറ്റും നിന്നവരൊക്കെ ചിരിച്ചു. പെട്ടെന്ന് ടേബിളിലെ ജഗ്ഗിലിരുന്ന ചൂടുവെള്ളം ആ സ്ത്രീയുടെ മുഖത്തൂടെ ഒഴുകിയിറങ്ങി. എല്ലാവരും നെടുക്കത്തോടെ മുന്നിലേക്ക് നോക്കുമ്പോൾ കണ്ടു കാലിയായ ജഗ് കയ്യിൽ പിടിച്ചുകൊണ്ട് അവരെ കത്തുന്ന നോട്ടം നോക്കി നിൽക്കുന്ന നന്ദുവിനെ. നിങ്ങൾ നിങ്ങളുടെ മക്കൾ ഉണ്ടാക്കിയത് ഭർത്താവിൻ്റെ കൂടെ കിടന്നിട്ടാവില്ല എന്ന് കരുതി എല്ലാവരും അങ്ങനെയാണെന്ന് കരുതി വായിൽ തോന്നിയത് പറഞ്ഞാലുണ്ടല്ലോ, പിന്നെ ഇതുപോലെ നിന്ന് ചിലക്കാൻ ആ നാവ് ഇവിടെ കാണില്ല. അരിഞ്ഞു കളയും ഞാൻ. അവളുടെ അന്നേരത്തെ വാക്കിലും ഭാവത്തിലും ഒരു നിമിഷം എല്ലാവരും ഭയന്നു. എന്തിന്? ആരെയും കൂസാതെ അത്രയും നേരം ഭക്ഷണം കഴിച്ച ജാനു വായിൽ വെച്ച് ചോറിറക്കാതെ വായും തുറന്ന് നന്ദുവിനെ തന്നെ നോക്കിയിരുന്നു. എന്താ നിങ്ങളുടെ പ്രശ്നം? ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നതോ അതോ നിങ്ങൾ കഴിക്കാത്തതോ? നിങ്ങൾക്കൊക്കെ കൈയില്ലേ? വിശക്കുമ്പോൾ പോയി എടുത്ത് കഴിച്ചൂടെ? മറ്റുള്ളവർ അവർക്ക് വിശക്കുന്നത് കൊണ്ടാ എടുത്ത് കഴിക്കുന്നത്. അതിനൊക്കെ നിങ്ങൾക്ക് എന്താ പ്രശ്നം? അറിയാ വയ്യാത്തോണ്ട് ചോദിക്കാം. നിങ്ങൾക്കൊക്കെ തലയ്ക്ക് സുഖമില്ലേ? കുറെ ആഭരണവും സാരിയും വലിച്ചു വാരി ചുറ്റി നടക്കാൻ മാത്രം അറിഞ്ഞാൽ പോരാ. തലയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രവർത്തിക്കാൻ നോക്ക്. കഷ്ടം. എല്ലാവരെയും മാറി മാറി നോക്കിക്കൊണ്ട് അവൾ ആ ചെയറിൽ തന്നെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. കുറച്ചു സമയം ആരും ഒന്നും മിണ്ടിയില്ല. എന്താണ് പറയേണ്ടതെന്ന് ആർക്കും അറിയുന്നില്ല. അതാണ് സത്യം. രാവണി, ഞങ്ങൾ ഇറങ്ങാണ്. വയറ് നിറഞ്ഞു. ഇനി കഴിക്കാനൊന്നും നിൽക്കുന്നില്ല. ഉണ്ടാക്കിയതൊക്കെ നിന്റെ വീട്ടിലുള്ളവർക്ക് തന്നെ കൊടുത്തേരെ. ഞങ്ങൾക്ക് വേണ്ട. കുറച്ചു കഴിഞ്ഞതും ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ആ സ്ത്രീയുടെ ശബ്ദം അവിടേക്ക് വരുന്നു. അവരൊക്കെ തിരിഞ്ഞു നടന്നു. കഴിക്കാതെ ഒറ്റ ഒരെണ്ണം ഈ പടി കടക്കില്ല. അവരതും പറഞ്ഞ് തിരിഞ്ഞതും പിന്നിൽ നിന്ന് നന്ദുവിൻ്റെ ശബ്ദം ഉയർന്നു. എല്ലാവരും പകപ്പോടെ അവളുടെ മുഖത്തേക്ക്. ഇവളാരാ ഇങ്ങനെയൊക്കെ പറയാനെന്ന് തോന്നി അവളുടെയൊക്കെ നോട്ടത്തിലുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെന്ന് പറയുമ്പോൾ വെച്ചുണ്ടാക്കാനും നിങ്ങൾക്ക് വേണ്ടെന്ന് പറയുമ്പോൾ അതെല്ലാം എടുത്ത് കളയാനും നിങ്ങളുടെ ഇന്ന് സ്ത്രീധനത്തിന് കിട്ടിയ മുതൽ കൊണ്ടല്ല ഇവിടെ വെച്ചുണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒറ്റൊരെണ്ണം കഴുകാതെ ഈ പടി കടക്കില്ല.
കടത്തില്ല ഞാൻ. പറയുന്നതിനോടൊപ്പം തന്നെ നന്ദു ചെയറിൽ നിന്നും എണീറ്റ് മുന്നോട്ട് നടന്നുകൊണ്ട് ഡോർ ലോക്കാക്കിയിരുന്നു. അതുകൂടെ കണ്ടതും രാവണിയുടെ മുഖം ഇരുട്ടു. വാതില് തുറക്കടി, ഇതൊക്കെ പറയാൻ നീ ആരാ? ആരാന്ന്? ഇന്ന് കയറി വന്ന നിന്റെ നാവിന് ഇത്രയും നീളമുണ്ടെങ്കിൽ വർഷങ്ങളായി കയറി വന്ന ഞങ്ങളുടെ നാവിന് എന്ത് നീളം കാണുവടി? അവള് കണക്ക് പറയുന്നു. ഞങ്ങൾക്ക് സ്ത്രീധനം കിട്ടിയത് തന്നെയാടി, അല്ലാതെ നിന്നെ പോലെ ഒരു മീൻചെളുക്ക പോലും ഇല്ലാതെ കൈയും വീശി ഇവിടെ നിൽക്കുന്ന ഓരോ ഒറ്റയെണ്ണം കയറി വന്നിട്ടില്ല. അങ്ങനെയുള്ള ഞങ്ങളോട് കയത്ത് സംസാരിക്കാൻ നിനക്ക് എവിടുന്നാണ് ഇത്ര ധൈര്യം? അവൾക്ക് മുന്നിലേക്ക് വന്ന് രാവണി പറയുമ്പോൾ അവൾ അവരെ നോക്കി ഒന്ന് പുച്ഛിച്ചു. ശ്രീധരൻ കൊണ്ടുവന്ന് അതുകൊണ്ട് ജീവിക്കേണ്ട ഗതികേടിലാണ് സൂര്യമംഗലത്തുകാരെന്ന് എന്നോട് ആരും പറഞ്ഞില്ല. പറഞ്ഞാലും ഞാൻ ഇങ്ങനെ തന്നെ കയറി വരുവുള്ളൂ. പിന്നെ ഇങ്ങനെയൊക്കെ പറയാനുള്ള എൻ്റെ യോഗ്യത നിങ്ങൾക്കൊക്കെ ഇവിടെ നിൽക്കാനും പറയാനുള്ള അതേ യോഗ്യത തന്നെയാണ് എനിക്കും ഇവിടെയുള്ളത്. രാവണിയുടെ മുഖത്തേക്ക് നോക്കി ഒട്ടും പതറാതെ അവൾ പറഞ്ഞു നിർത്തുമ്പോൾ അവരവളോടുള്ള ദേഷ്യം അവരുടെ പല്ലിൽ തീർത്തു. ഞങ്ങളുമായി നിന്നെ താരതമ്യം ചെയ്തതോ തെറ്റ്. ഒരിക്കലും നിനക്ക് ഞങ്ങളുടെ രോമത്തിൽ തൊടാനുള്ള യോഗ്യത പോലും ഇല്ല. ഈ കുടുംബത്തിലെ ഭക്ഷണത്തിൻ്റെയും സ്വത്തിൻ്റെയും കാര്യത്തിലൊന്നും അവകാശം പറയാൻ നിനക്ക് യാതൊരു അധികാരവും ഇല്ല. രാവണി അത് പറഞ്ഞു നിർത്തുമ്പോൾ നന്ദു ഒന്ന് ചിരിച്ചു. അങ്ങനെ അറുത്തുമുറിച്ചുള്ള വാക്കൊന്നും പറയില്ല മുത്തശ്ശി. എൻ്റെ ഭർത്താവ്, അതായത് നിങ്ങളുടെ കൊച്ചുമകൻ അർജുൻ പ്രതാപവർമ്മ ഉണ്ടാക്കിയെടുത്തതൊന്നും ഇപ്പോഴും ഒരു കോട്ടവും തട്ടാതെ തന്നെ ഈ തറവാട് പിടിച്ചു നിർത്തുന്നുണ്ട്. പിന്നെ അച്ഛൻ എൻ്റെ ഭർത്താവിൻ്റെ കയ്യിലേൽപ്പിച്ച നിങ്ങളുടെ മകൻ പ്രതാപവർമ്മ, അദ്ദേഹം ആവശ്യത്തിലധികവും ഈ കുടുംബത്തിന് വേണ്ടി സമ്പാദിക്കുന്നുണ്ട്. അതൊക്കെ മതി ഇവിടെ നിന്ന് എനിക്ക് സംസാരിക്കാനും അവകാശവും അധികാരം ഊട്ടിയുറപ്പിക്കാനും. അവളുടെ ആ വാക്കിലെ ഓരോ വരികളും സത്യമായതുകൊണ്ട് തന്നെ മറ്റുള്ളവരൊന്നും മിണ്ടിയില്ല. ഒരുപക്ഷെ ഇന്ന് ആ കുടുംബത്തിലെ മക്കളും കൊച്ചുമക്കളും സമ്പാദിച്ച് കൂട്ടിയതിനേക്കാൾ എത്രയോ മുകളിൽ മുന്നിൽ നിൽക്കുന്നവരുടെ ഭർത്താവ് സമ്പാദിച്ച് കൂട്ടിയിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അവസാനമായി ഒരിക്കൽ കൂടെ ഞാൻ പറയാണ്, നിങ്ങൾക്കായി ഇവിടെ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാം ഇവിടുന്ന് പോയാൽ മതി. അല്ലാതെ കളയാൻ ഇവിടെ ഭക്ഷണമില്ല. കഴിക്കാതെ പോവാൻ തന്നെയാണ് ഉദ്ദേശമെങ്കിൽ എല്ലാവർക്കും ഉള്ളത് ഞാൻ പൊതിഞ്ഞ് കൈ തരും. എന്നെ നിങ്ങൾക്കൊന്നും അറിയില്ല. അത്രയും പറഞ്ഞുകൊണ്ട് ടേബിളിലിരുന്ന പ്ലേറ്റും എടുത്ത് അവൾ അടുക്കളയിലേക്ക് നടന്നു. ജാൻ എപ്പോഴും കേട്ടതും കണ്ടതും ഒന്നും മനസ്സിലാവാതെ അവിടെ തന്നെ ഇരിക്കുമായിരുന്നു. വനചേച്ചി, ആഹാരം ടേബിളിലേക്ക് വെക്ക്, എല്ലാവരും കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. അടുക്കളയിലേക്ക് വന്നുകൊണ്ട് നന്ദു പറയുമ്പോൾ വനജ ഒന്നും മിണ്ടാതെ തലയാട്ടിക്കൊണ്ട് ഓരോന്നായി എടുത്ത് ടേബിളിലേക്ക് നടന്നു. പിന്നാലെ തന്നെ സേതുവും കഴിച്ചു കഴിഞ്ഞ പ്ലേറ്റ് കിടക്കി വെച്ച് നന്ദു മുകളിലേക്ക് പോകുമ്പോൾ കണ്ടു എല്ലാവരും ഇരുന്ന് ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തി കഴിക്കുന്നത്. അത് കണ്ടതും നന്ദുവിന്റെ ചുണ്ടിലൊരു വിജയിച്ചിരി വിടർന്നു. നന്ദു മുകളിലേക്ക് സ്റ്റെപ്പ് കയറി പോകുമ്പോൾ അവളൊന്ന് തിരിഞ്ഞു നോക്കി. അവളെ തന്നെ നോക്കി ഡൈനിങ് ടേബിളിലിരിക്കുന്ന രാവണിയെയും പത്മാവതിയെയും നോക്കി അവളൊന്ന് ചിരിച്ചു. അവളുടെ ആ ചിരി കണ്ടതും രണ്ടുപേരും ദേഷ്യത്തിൽ മുഖം പിടിച്ചു. നന്ദൊരു ചിരിയോടെ മൂളിപ്പാട്ടും പാടി മുകളിലേക്ക് കയറി. ഇങ്ങനെയുണ്ടോ പെൺകുട്ടികൾ? മുതിർന്നവരെ ബഹുമാനിക്കാൻ അറിയില്ല. ഇങ്ങനെയാണോ ഭർത്താവിന്റെ വീട്ടിൽ വന്ന പെൺകുട്ടികൾ ചെയ്യേണ്ടത്? അതും വന്നു കയറി അന്ന് തന്നെ. ഞാൻ പറയുമ്പോൾ രാവണിക്ക് കഴിവില്ലാത്തത് കൊണ്ടാ. എൻ്റെ വീട്ടിലെങ്ങാനും ആണെങ്കിൽ ഇവള് ചലിച്ചതെങ്കിൽ ഞാൻ അവളുടെ നാവിങ്ങ് പറിച്ചെടുത്തേനെ. അഹങ്കാരി. അതെ അതെ, ഞാൻ പറയുമ്പോഴും മേഡത്തിൻ്റെ അടുത്ത് തന്നെയാ തെറ്റ്. ഇങ്ങനെയുണ്ടോ പെൺകുട്ടികൾ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ? നന്ദുവിന്റെ നിഴൽ അവിടുന്ന് മാഞ്ഞതും എല്ലാവരും ഭക്ഷണ കഴിക്കൽ നിർത്തി രാവണിയെ കഴിക്കാൻ തുടങ്ങി. ഒന്നും മിണ്ടാതെ എല്ലാം കേട്ടിരുന്നു. ഇങ്ങോട്ട് പറയുന്നവരോട് അങ്ങോട്ട് 100 പറഞ്ഞ് ജയിക്കുന്നതാണ് ശീലം. പക്ഷെ എന്തോ അവൾക്ക് മുന്നിൽ തോറ്റുപോയി. അത് സഹിക്കാൻ കഴിയാതെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അവളുടെ ചൊറിച്ചിൽ. ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരുന്ന് കഴിച്ചു. എന്തെങ്കിലും മറുപടി പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ അതൊരു തർക്കത്തിൽ മാത്രമേ കലാശിക്കുമെന്ന് അവർക്ക് അറിയാം. അവിടെ മൗനമാണ് നല്ലതെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അങ്ങനെ ഇരുന്നതും. രാവണി, ഞാൻ പറയുമ്പോൾ ആ പെണ്ണിനെ നീ ഇപ്പം തന്നെ ഒതുക്കുന്നതാ നല്ലത്. അവൾ ഇതുപോലെ കയറൊരു വിട്ടാ അത് ഈ വീടിന് നല്ലതിനാവില്ല. നിനക്ക് ഓർമ്മയുണ്ടല്ലോ, നിന്റെ കൊച്ചുമോൻ അർജുനും ഇങ്ങനെയായിരുന്നു. ഇന്നവൻ്റെ ഭാര്യയ്ക്ക് മുമ്പിൽ ഉത്തരം മുട്ടി നിന്ന പോലെ ഒരുപാട് പ്രാവശ്യം അവൻ്റെ മുമ്പിൽ നീ നിന്നിട്ടുണ്ട്. ആ ചെയ്തതിനൊക്കെ ഇന്നവൻ ദിവസവും അനുഭവിപ്പിക്കുന്നുണ്ട് ഈ രാവണി. അവര് പറഞ്ഞതിന് രാവണി പുച്ഛത്തോടെ തന്നെ മറുപടി കൊടുത്തു. അവർക്കൊപ്പം ഇരുന്ന് കഴിക്കുന്ന സേതുവിന് ഭക്ഷണം തൊണ്ടയിൽ നിന്നും ഇറങ്ങാതെയായി. അവർക്കൊപ്പം കഴിക്കാനിരുന്ന നേരത്തെ ഓർത്ത് സേതുവിന് വല്ലാത്ത വേദന തോന്നി. അവരുടെ ഓരോരുത്തരുടെയും വാക്കുകൾ കേൾക്കും തോറും സേതുവിന്റെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു. അത് ശരിയാണ്, അവൻ്റെ ഈ അവസ്ഥ നമ്മളെല്ലാവരും നന്നായി മുതലാക്കുന്നുണ്ട്. അവൻ പറഞ്ഞതിന് ചെയ്തതിനൊക്കെ നമ്മളെല്ലാവരും അവനെ നല്ലോണം ശിക്ഷിക്കുന്നുണ്ട്. രാവണിയെ നോക്കിയൊരു ക്രൂര ചിരിയോട് അവരത് പറയുമ്പോൾ എല്ലാവരിലേക്കും ആ ചിരി പടർന്നു. സേതു പെട്ടെന്ന് കഴിക്കൽ നിർത്തി അവരുടെ പ്ലേറ്റ് കയ്യിലേക്ക് എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. എല്ലാവരും അതൊരു പുച്ഛത്തോടെ നോക്കി കഴിക്കുന്നതിൽ ശ്രദ്ധ കൊടുത്തു.
നന്ദു റൂമിലേക്ക് കയറി ഡോറടിച്ച് ലോക്കാക്കി ബെഡിൽ കിടക്കുന്ന അജുവിൻ്റെ അടുത്തേക്ക് നടന്നു. അവൻ നല്ല ഉറക്കത്തിലാണെന്ന് കണ്ടതും അവൾ ബാത്റൂമിലേക്ക് കയറി. വേറെ ഡ്രസ്സൊന്നും ഇല്ലാത്തത് കൊണ്ട് കുളിക്കാനൊന്നും നിന്നില്ല. ബാത്റൂമിൽ നിന്നും ഇറങ്ങുമ്പോഴും അജു നല്ല ഉറക്കത്തിലാണ്. അവളൊരു ചിരിയോടെ അവനെ നോക്കി. നിഷ്കളങ്കമായി ഉറങ്ങുകയാണ് അവൻ. ഒന്നും അറിയുന്നില്ല. നന്ദു പോയി ലൈറ്റ് ഓഫാക്കി. റൂം മൊത്തം ഇരുട്ടി വ്യാപിച്ചു. ഒന്നും കാണാൻ കഴിയുന്നില്ല. നന്ദു വേഗം മറ്റു സ്വിച്ചുകൾ ഇട്ട് നോക്കി. നേരിയ രീതിയിലുള്ള മഞ്ഞ വെളിച്ചം ആ റൂമിൽ വ്യാപിച്ചു. അവൾ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു. നമ്മുടെ കുട്ടിക്ക് ഇരുട്ട് ലേശം പേടിയുണ്ട്. വേറൊന്നും പേടിയില്ലെങ്കിലും ഇരുട്ട് അവൾക്ക് പേടിയാണ്. അതുവരെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെക്കാൾ അവൾക്ക് പേടി മരിച്ചുപോയ ആത്മാക്കളെയും പിശാചുക്കളെയുമാണ്. ആ നേരിയ വെളിച്ചത്തിൽ അവൾ ബെഡിൻ്റെ അടുത്തേക്ക് നടന്നു. അജു മലന്ന് കിടക്കുവാണ്. അവനെ ബെഡിൽ നിന്ന് കുറച്ച് നീക്കി കിടത്തിക്കൊണ്ട് അവൾ ബെഡിൻ്റെ ഓരം ചേർന്ന് കിടന്നു. തിരിഞ്ഞും പറഞ്ഞും കിടന്നിട്ടും അവൾക്ക് ഉറക്കം വന്നില്ല. ജനിച്ച പിന്നെ അമ്മയുടെ ചൂടില്ലാതെ ആ മകൾ ഉറങ്ങിയിട്ടില്ല. അവരുടെ മുറിയിലല്ലാതെ കിടന്നിട്ടില്ല. അതുകൊണ്ടാവും തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ഉറക്കം അവളെ തലോടി പോലും വരാത്തത്. അവൾ മലന്ന് കിടന്നിട്ട് തല ചിരിച്ച് അടുത്ത് കിടക്കുന്നവനെന്ന് നോക്കും. അവനും അവൾ കിടക്കുന്നത് പോലെ മലന്ന് കിടന്നുറങ്ങുവാണ്. നെഞ്ചത്ത് രണ്ട് കൈ വെച്ച് നല്ല സുഖം ഉറക്കും. നന്ദു ഒന്നും നോക്കാതെ അവൻ്റെ കൈ മാറ്റി അവനെ നെഞ്ചിലേക്ക് കയറി കിടന്നു. അവനെ ചുറ്റി പിടിച്ചുകൊണ്ട് അമ്മയെ ചേർത്ത് പിടിച്ച് കിടന്നുറങ്ങുന്നതായിരുന്നു അന്നേരം അവളുടെ മനസ്സിൽ. അതുകൊണ്ട് തന്നെ അവളുടെ കണ്ണുകളൊന്നും നിറഞ്ഞു. അജുവിൻ്റെ നെഞ്ചിൽ കിടന്ന് എപ്പോഴും അവളുടെ കണ്ണുകളും അടഞ്ഞു പോയി. ഒരു ഞെരുക്കവും മൂളവും കേട്ടപ്പോഴാണ് നന്ദു കണ്ണുകൾ തുറന്നത്. അജുവിനെ ചുറ്റിപ്പിടിച്ച കൈകൾ മാറ്റിക്കൊണ്ട് അവൾ പതിയെ അവൻ്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി. കണ്ണുകൾ തുറന്നിട്ടില്ല. പക്ഷേ മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടുന്നുണ്ട്. അത് കണ്ടതും അവൻ എണീക്കാൻ തുടങ്ങുവാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൻ്റെ നെഞ്ചിൽ നിന്നും അടന്നു മാറി വേഗം എണീറ്റ് പോയി ലയിറ്റിട്ടു. കണ്ണിലേക്ക് വെളിച്ചം അടിച്ചത് കൊണ്ട് തന്നെ തുറക്കാൻ ശ്രമിക്കുന്ന കണ്ണുകൾ രണ്ടും അവൻ മുറുകെ അടച്ചു പിടിച്ചു. നന്ദുവനെ നോക്കിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് ഇരുന്ന് പതിയെ അവൻ്റെ തലയിൽ തലോടി. അജു. അവൾ പതിയെ അവൻ്റെ മുടിയിൽ തലോടിക്കൊണ്ട് തന്നെ വിളിച്ചു. അവൻ പതിയെ കണ്ണു തുറന്ന് നന്ദുവിനെ ഒന്ന് നോക്കി. അവനെ തന്നെ ചിരിയോടെ നോക്കിയിരിക്കുന്നവളെ കണ്ടതും അവനെ നെറ്റിച്ചുളിഞ്ഞു. അവൻ അവളെയും ആ റൂമിനെയും മാറി മാറി നോക്കി. എന്ത് പറ്റി? അവൻ്റെ നോട്ടം കണ്ട് അവളൊരു ചിരിയോടെ ചോദിച്ചു. അജവന് തലമുടിയിലിരിക്കുന്ന അവളുടെ കൈകൾ എടുത്തു മാറ്റിയ ശേഷം അവളെ തന്നെ നോക്കിക്കൊണ്ട് ബെഡിലിരുന്നു. നന്ദു ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കി. നീ ആരാ? അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിക്കുമ്പോൾ നന്ദു ഒന്ന് ഞെട്ടി. എന്നെ മറന്നോ? അതാണ് അവളുടെ മൗനം അവനോട് ചോദിച്ചത്. ഒരു നിമിഷം ഒന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കിക്കൊണ്ട് അവൾ അവിടെ ഇരുന്നു. പറ, നന്ദ ആരാ? നന്ദ കണ്ണു തിരുമ്പിക്കൊണ്ട് ചോദിക്കുമ്പോൾ നന്ദുവിനെ തുറച്ചു നോക്കി. നന്ദ എന്നവൻ വിളിക്കണമെങ്കിൽ അവൻക്ക് അറിയില്ലേ? കളിയാക്കണമെന്ന് ഭാവമായിരുന്നു അവളുടെ മുഖത്ത്. പറ, നന്ദ ആരാന്ന്? ഞാനല്ലേ നന്ദ? അവനിത്തിരി ഉറക്കം ഒന്നുകൂടെ ചോദിച്ചതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൻ്റെ മുഖത്ത് വേറെ ഭാവങ്ങളൊന്നുമില്ല. എൻ്റെ ആരാ? ഭാര്യ. അവൻ്റെ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ അവൾക്ക് ചിന്തിക്കേണ്ടി വന്നിരുന്നില്ല. അജവളെ തന്നെ ഉറ്റു നോക്കിയിരുന്നു. ഇവനക്കിത് എന്ത് പറ്റിയെന്ന ഭാവത്തിൽ അവളും. നന്ദൻ്റെ ഇവിടെ. അവളിൽ നിന്ന് നോട്ടം മാറ്റി അവൻ്റെ റൂം മൊത്തമായി നോക്കിക്കൊണ്ടാണ് അവനത് ചോദിച്ചത്. അജുവല്ലേ എന്നോട് ഇവിടെ കിടക്കാൻ പറഞ്ഞത്? അതുകൊണ്ട് ഞാനിവിടെയാണ് കിടന്നത്. അവളൊരു ചിരിയോടെ പറയുമ്പോൾ അജു അവളെ അത്ഭുതത്തോടെ നോക്കി. ഞാൻ പറഞ്ഞത് കൊണ്ടാണ് നീ ഇവിടെ കിടന്നേ? കിടന്നു. ഇന്ന് മാത്രമല്ല, ഇനി എന്നും ഞാനിവിടെയാണ് കിടക്കുക. അജുവിൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു എപ്പോഴും അജുവിൻ്റെ ഒപ്പം തന്നെ നിൽക്കണമെന്ന്. അജുവിന് ഒറ്റക്കാകരുതെന്ന്. അതുകൊണ്ട് ഞാൻ എപ്പോഴും അജുവിൻ്റെ ഒപ്പം ഉണ്ടാവും. അവളൊരു ചിരിയോടെ പറയുമ്പോൾ ആ ചിരി അവൻ്റെ ചുണ്ടിലേക്കും പടർന്നു. ഞാൻ കണ്ണു തുറന്ന് നന്ദയെ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടി. അതെന്താ? അവൻ്റെ ആ ഞെട്ടിക്കൊണ്ടുള്ള പറച്ചിലിൽ ഒരു ചിരിയോടെ അവൾ ചോദിച്ചു. ഞാനിങ്ങനെ ഉറങ്ങി എണീക്കുമ്പോൾ മൊത്തം ഇരുട്ടാവും, ആരും ഉണ്ടാവില്ല. അപ്പം ഞാൻ പേടിച്ച് ഉറക്കെ കരയും. ആരും വരില്ല. വാതിലൊക്കെ തുറക്കാൻ നോക്കും, പക്ഷെ കിട്ടില്ല. വെളിച്ചം വന്നാൽ ജീത്ത് വരും, അല്ലെങ്കിൽ സീതാമ്മ. അപ്പം ഞാൻ അവരോടൊന്നും മിണ്ടില്ല. എന്നെ ഒറ്റക്കാക്കിയില്ലേ? അജു ചുണ്ട് പിളർത്തിക്കൊണ്ട് അവളെ നോക്കി. ആ വാക്കുകൾ അവസാനിക്കുമ്പോൾ അവളൊന്ന് ചിരിച്ചു. പതിയെ ബെഡിലിരിക്കുന്ന കൈകൾ കൊണ്ട് അവൻ്റെ തലമുടിയിൽ പതുക്കെ തലോടി. അജു അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. അജുവിന് ഞാനുണ്ട് കേട്ടോ. അജു കണ്ണെടുക്കുമ്പോഴും കണ്ണ് തുറക്കുമ്പോഴും ഞാൻ മുന്നിലുണ്ടാവും. ഒരിക്കലും ഒറ്റക്കാക്കില്ല കേട്ടോ. നന്ദ പറയുമ്പോൾ അജു ഒരു ചിരിയോടെ തലയാട്ടി. ആ വാക്കുകൾ ഒരിക്കലും പാഴ്വാക്കാകില്ലെന്ന് അവൻ ഉറപ്പുണ്ടായിരുന്നു.